2 വീഡിയോ ഇന്നിപ്പോൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് 2 പാസഞ്ചേഴ്സ് ഇതേപോലെ കരിപ്പൂര് വഴി സ്വർണം കൊണ്ടുവന്ന് പുറത്ത് കടന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത കേസാണ്. നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റിഗേഷൻ സാധ്യതയുള്ള സംഗതിയാണ്. ഇവരടുത്ത് നിന്ന് പിടിച്ചെടുത്ത സ്വർണത്തിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 900 ഗ്രാം പിടിച്ചത് അത് കൊടുത്തിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കോടതിയിൽ ആ കടലാസ് തിരഞ്ഞിട്ട് കാണുന്നില്ല. ഇപ്പോഴും കോടതിയിൽ ആളുകളുണ്ട്. അതിൻ്റെ ബാക്കി കടലാസ് ഇവിടെ ഉണ്ട്. ഒരു കുട്ടിയെടുത്ത് നിന്ന് ഇതേപോലെ 3 ക്യാപ്സ്യൂൾ കൊണ്ടുവന്നത് 900 ഗ്രാമാണ്. അതിൽ 526 ഗ്രാമാണ് കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പോലീസിൻ്റെ ഒരു കടലാസും ഇല്ല. ഈ 900 ഗ്രാം ആദ്യം കൊണ്ടുവന്ന കുട്ടിയെ പറ്റിയിട്ട് ഒരു കടലാസും കസ്റ്റംസിന് ഒരു ഇൻഫർമേഷനും ഇന്ന് വരെ ഇല്ല. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പറയില്ല പടച്ചോനുണ്ട്, ഞാൻ പടച്ചോനുണ്ട് ആരാ നിങ്ങളുടെ പിന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ ആ പടച്ചോനാണ് എന്നെ ഈ വിഷയത്തിൽ സഹായിച്ചത്. കാരണം ഈ 2 പാസഞ്ചേഴ്സും അവരെ കുടുംബസമേതം കുടുംബമാണ് അവരെ പോയിട്ട് റിസീവ് ചെയ്യുന്നത്. അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമാണ്. ഇവരടക്കമാണ് പിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം. നിങ്ങളൊന്ന് വിലയിരുത്ത്. ഈ പറഞ്ഞ ADGP പറഞ്ഞ എല്ലാ നിബന്ധനകളും പാലിച്ച് വളരെ സത്യസന്ധമായി 20% റിവാർഡ് കിട്ടുന്നത് പോലും ഒഴിവാക്കി പോലീസ് എന്താ പറയുക രാജ്യസ്നേഹം കാണിച്ച് കേസങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കല്ലേ? അതാണോ വാസ്തവം? അതല്ല ഈ കൊള്ളയടിയാണോ വാസ്തവം എന്ന് നിങ്ങളൊന്ന് കാണും. ഒരു ലൈറ്റ് വേണമെങ്കിൽ ഓഫാക്കി. എന്നെ CD തരാൻ കിട്ടും. ബേജാറാണ് ഫ്രേ. ഏതെങ്കിലും വന്നോട്ടെ, ഏതായാലും മതി. ആ ലൈറ്റൊന്ന് ഓഫ് ചെയ്താൽ മതി. കുഴപ്പമില്ല. സൗണ്ടൊക്കെ നമ്മള് പേര് നിഷ വീട്ടി എവിടെ വർക്ക് ചെയ്തിരുന്നത്? ഖത്തറില്. എത്ര വർഷം? ഈ ലാസ്റ്റില് നിങ്ങൾ വരുന്ന സമയത്താണ് അത് ഏതാ ഡേറ്റ്? ഏത് വർഷം? 2023 മെയ്. അപ്പോ ഏത് ഫ്ലൈറ്റ് ഖത്തറിന് നേരിട്ടുണ്ട്? രാത്രി ഫ്ലൈറ്റ് ഉള്ളിൽ കുറച്ചുള്ളൂ. പിന്നെ കുറച്ച് ലേറ്റ് ആയി. പിന്നെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു? ഇവര് അമ്മോന്റെ മോനും പിന്നെ ഏട്ടന്റെ വൈഫും. രഹനന്റെ ഏട്ടന്റെ വൈഫും അമ്മാന്റെ മോനും. വണ്ടി ആരാ വിളിച്ചിരുന്നത്? എയർപോർട്ടിലൊക്കെ ഭർത്താവിനെ റിസീവ് ചെയ്യാൻ വേണ്ടി പോയത്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെയും ലേറ്റായി നമ്മളവിടെ എത്തി. പിന്നെ ആള് പുറത്തുണ്ടായിരുന്നു. ആളെ നമ്മള് പുറത്തിറങ്ങി. അപ്പൊ ഞാൻ ആളെ കൂട്ടിയിട്ട് ഞങ്ങള് ജസ്റ്റ് കാർ സ്റ്റാർട്ടായി കേറി. അവരെ കണ്ടു. അവിടുന്ന് റെയിൽവേയിൽ നിന്ന് പുറത്തിറങ്ങിയ എയർപോർട്ട് ബിൽഡിംഗ് അവിടെ എപ്പോഴും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ല. നല്ല പോവാണ്. എത്ര ദൂരം പോകുന്ന കയറിയിട്ട് അവിടുന്ന് ഒരു കൈയാട്ടി നമ്മളോട് സൈഡാക്കാൻ പറഞ്ഞ് ഇവരിറക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇവരെന്തോ പറഞ്ഞ് നമ്മളോട് പറഞ്ഞ് ഞങ്ങളെ ബാക്ക് ഫോളോ ചെയ്ത് വരാൻ പറഞ്ഞ് ഇവര് ജീപ്പ് കയറി. അവിടുന്ന് ഇറക്കിയിട്ട് എന്താ പോലീസിനെ അവിടെ തന്നെയല്ലേ അതിനകത്തേക്ക് കൊണ്ട് ഞങ്ങൾ കയറ്റി ചോദിച്ച് എന്താ വെച്ചാൽ സാധനം കയ്യിൽ നമുക്കറിയാം. സാധനം കയ്യിലുണ്ട് നമുക്കറിയാം. പെട്ടിയിലാണോ ഏതാണോ പറഞ്ഞാൽ മതി. ആരാണ് നേരത്താണോ പറഞ്ഞാൽ
രാഷ്ട്രീയ സമയത്ത് ആലോചിച്ച് പറഞ്ഞു പിന്നെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തി ആരുണ്ടെന്നോ ഇല്ലാന്ന് പറഞ്ഞു എല്ലാവരും പറഞ്ഞു അതില്ലെന്ന് പിന്നെ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ക്ലിനിക്ക് കുളിക്കലോ അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പൊ ശരീരത്തിൽ ആ പറ്റിയില്ല ഇല്ല നമ്മുടെ ശരീരത്തിൽ രണ്ടാണ് അപ്പൊ കുളിക്കാൻ അദ്ദേഹം അവിടെ ക്ലിനിക്കിൽ കയറ്റി ക്ലിനിക്കിൽ കൊണ്ടുപോയി അത്രയും നമ്മള് അപ്പൊ ഞാൻ എന്ത് ചെയ്തു നമ്മളോട് കാറിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ പോയി കുറച്ച് ടൈം എടുക്കും വന്നാൽ മതി അവിടെ എത്തുമ്പോ ഇവർ ഇവിടെ അല്ല ഒരു ജീപ്പ് അവിടെ ഒന്നുമില്ല പിന്നാണ് ഒരു ജീപ്പ് ഇവര് വന്നത് ആളവിടെ അല്ല അവിടെ വെയിറ്റ് ചെയ്തു പിന്നാണ് ജീപ്പും ആൾക്ക് വന്നത് സ്കാൻ ചെയ്തു അത് എക്സ്റേ സ്കാനോ സ്കാനിങ് ചെയ്തു സ്കാൻ ചെയ്ത് സാധനം അങ്ങനെ തിരിച്ചു അവിടെ എങ്ങോട്ട് ഈ പോലീസ് പോസ്റ്റ് തന്നെയല്ല അതിനോട് ബാത്റൂമുണ്ട് അയച്ചു കൊടുത്തു ബാത്റൂമിൽ സാധനം എടുത്തു അത് കൈ കൊടുത്തു എന്റെ കയ്യിൽ തന്നെ തന്നു ഞാൻ എന്തോ ഫോട്ടോ എടുത്തു പുറത്തേക്ക് ഫോട്ടോസ് ഈ ഗോൾഡിന്റെ ഫോട്ടോ ആണ് എടുത്തത് ഇന്ന ഫോട്ടോ എടുത്തു ഗോൾഡ് ഫോട്ടോ എടുത്തു ഗോൾഡിന്റെ ഫോട്ടോ എടുത്തു എന്നിട്ട് പിന്നെ എന്ത് ചെയ്യില്ല അവിടുന്ന് അതിന്റെ നേരം അവര് ജീവിക്കുന്ന കേസ് ഇവരോട് തിരിച്ച് ആ പോലീസ് ജീപ്പിന് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടുന്ന് ഒപ്പിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് സമയത്ത് ഒരു പുറത്തായിരുന്നു മൂന്നാമത്തിരുന്ന സ്റ്റേഷനിലൂടെ കയറിയത് അവധിയിലേക്ക് പിന്നെ എന്നെ ഉള്ളിലേക്ക് കയറ്റി ഒളിപ്പിച്ച് എന്താ എഴുതിയിരുന്നത് ഡ്രസ്സും ബാക്കിയുള്ള ഡ്രസ് എന്റെ അതിന് മൊഴിയെടുത്തോ മൊഴിയെടുത്തു അധികം കാര്യങ്ങളൊക്കെ ചോദിച്ചു എഴുതി അപ്പൊ ഇതിന് തൂക്കം ചോദിച്ചില്ലേ എത്ര പീസ് ഉണ്ടായിരുന്നു എത്ര മൊത്തം എത്ര തൂക്കം ഉണ്ടായിരുന്നു 300 ക്യാഷ് കാരണം ബാങ്കിൽ 300 300 900 ഗ്രാം അപ്പൊ അത് ഇന്ത്യയിൽ നിങ്ങൾ എഴുതി ഒപ്പിടിക്കണമെന്നില്ല ഒപ്പിടിച്ചിട്ടൊന്നുമില്ല അന്നേരം സ്റ്റാർട്ടിങ്ങിലൊന്നും ചെയ്തു ജസ്റ്റ് പേപ്പർ മാത്രം എഴുതി വായിക്കണം മാത്രമൊന്നുമില്ല പോലീസ് സ്റ്റേഷൻ അപ്പൊ മോള് ജാമ്യത്തിന് ഞാൻ ഇയാളെ ഏറ്റെടുക്കുന്നെന്ന് പറഞ്ഞ എഴുതി ഒപ്പിട്ടതാണ് ഏറ്റെടുക്കുന്നതെന്ന് എഴുതി അപ്പൊ രാത്രി എത്ര മണി ഉണ്ടാവും രാത്രി ലേറ്റ് ആയിട്ടുണ്ട് അപ്പൊ എത്ര പോലീസുകാരുണ്ട് അവിടുന്ന് യൂണിഫോം ഇടാത്ത രണ്ടാൾക്കാരെ നമ്മൾ അവിടുന്ന് എടുത്ത് പിക്ക് ചെയ്തത് എയർപോർട്ടിൽ നിന്ന് രണ്ടാമതൊന്നും അല്ല ഫസ്റ്റ് ടൈം ഞങ്ങൾ യൂണിഫോം പിന്നെ അല്ല പിന്നെ ആള് ഇവരാടാക്കാൻ പോയിട്ടുണ്ട് പിന്നെ വേറെ പോലീസ് തന്നെ നമ്മൾ ഒപ്പിട്ട് വാങ്ങിയതൊക്കെ അത് മോളൊന്നും ചോദിച്ചില്ല ഇല്ല ഭർത്താവ് എന്തെങ്കിലും പഠിക്കുന്നത് ചെയ്യണമെന്ന് ചോദിച്ചില്ല ഒന്നും ജാമ്യത്തിന് കാരണമാണ് ഞാൻ ഇയാളെ പോലീസ് ആവശ്യപ്പെടുമ്പോ ഹാജരാക്കി തരാൻ ജാമ്യത്തിൽ എടുത്ത് തന്നെ ഒപ്പിട്ടു എന്നിട്ട് പോയി വോട്ടൊക്കെ അവരെടുത്തിച്ചോ വേറെ തഹസിൽദാരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ സാക്ഷിയോ ആരില്ല പബ്ലിക് അവിടെ കടക്കാരെ ആരും വിളിച്ചിട്ടില്ല പോലീസുകാർ മാത്രമേ ഉള്ളൂ അവിടുന്ന് അപ്പൊ രാത്രി ഏകദേശം എത്ര മണിയായിരുന്നു 2 മണി അങ്ങനെ ഉള്ളിലേക്ക് പോയി പിന്നെന്താ സംഭവിച്ചത് പിന്നെ സംഭവിച്ചാൽ ഉണ്ടായിരുന്നു അവരെ വിളിച്ചിട്ടില്ല പിന്നെ കസ്റ്റംസ് ആള് വന്നതാണ് എത്ര കഴിഞ്ഞു പോലീസിന് വേണ്ടി വിളിയേ വന്നില്ല വിളി വന്നില്ല കസ്റ്റംസ് ആള് വന്നു അപ്പൊ പാസ്പോർട്ട് എന്തൊക്കെ എടുത്ത് ഈ എന്തൊക്കെ എടുത്ത് പാസ്പോർട്ട് അവിടെ കൈ വെച്ച് അവര് എത്തിച്ച് പോലീസുകാരെ എത്തിച്ച് ഫോൺ ഉണ്ടായിരുന്നു ഫോൺ തിരിച്ചുണ്ടോ എന്നിട്ട് ഫോൺ പറഞ്ഞു അങ്ങനെ പോകാൻ പറഞ്ഞു അപ്പൊ അവിടെ കഴിഞ്ഞ വിചാരിച്ചു പിന്നെ കസ്റ്റംസ് വന്നു വീട്ടിൽ അതങ്ങനെ വീട്ടിൽ പോയിട്ട് എത്ര മാസം കഴിഞ്ഞു അപ്പൊ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട പാസ്പോർട്ട് അന്വേഷിച്ച് പോയതൊന്നും
ഇല്ല ആരും വിളിക്കുന്നു വിളിക്കും പറഞ്ഞിട്ടുണ്ട്. ഒരു വിളിക്കുക വെയിറ്റ് ചെയ്തു. വിളിച്ചിട്ട് വന്നാൽ മതി. പിന്നെ കസ്റ്റംസിന്റെ ആരാ വരുന്നത്? ഓഫീസറായിരുന്നു ഒരു കസ്റ്റംസിന്റെ ആളായിരുന്നു. അത് വന്നു ഇവിടെ ചെക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു. ആരാളിരുന്നു കുറെ കാര്യങ്ങൾ ഏരിയ പ്രസിന്റെ ചോദിച്ചു. വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എഴുതി ഒപ്പിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കും. ഞാനും പോയി അവരോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യും. അവരോട് ചോദിച്ചു എന്താ ചെയ്യുന്നത്. അവരൊന്ന് ഇങ്ങനെ വന്നാൽ എസ് ഓഫീസിൽ വന്നാൽ അന്വേഷിച്ചാൽ മതി. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവിടെ വന്നത് ഒരു ആഴ്ചയ്ക്ക് ശേഷം ഞാൻ പോയി. ഒരാഴ്ച ഞാൻ പോയി അന്വേഷിച്ചപ്പോ ആരാണ് പാസ്പോർട്ട് ആണെങ്കിൽ കെട്ടണം. പാസ്പോർട്ട് അതിനാണ് വീട്ടിൽ ഉണ്ടാകണം. നിങ്ങൾ ആയിക്കോട്ടെ ചെയ്യാനാണ്. അത് കുറെ ചോദിച്ചിട്ടില്ല. അത് നോട്ടീസ് ഒന്നുമില്ല. ഞാൻ അവിടെ ഇറങ്ങി പിന്നെ പോലീസുകാരെ വിളിക്കുന്നതാണ്. പിന്നെ പോലീസ് വിളിച്ചു മഞ്ചേരി ഹോട്ടലിൽ ഹാജരാണ്. സ്റ്റാർട്ടിങ് 1 വീക്ക് ഹാജരാണ്. അപ്പൊ ഹാജരാൻ പറ്റില്ല. അടുത്താഴ്ച ആഴ്ച അപ്പം സമൻസ് ഒന്നുമില്ല. മനസ്സിലുണ്ട്. അപ്പൊ ഇങ്ങനെ എന്ത് പറഞ്ഞാണ് കോടതി പോവാ? അവിടെ പോയിട്ട് ആളെ വിളിക്കണം. അയാൾ നമ്പർ ഇന്ന ഡേറ്റിൽ നിങ്ങൾ മഞ്ചേരി കോടതിയിൽ വന്നിട്ട് അവിടെ കോടതിയിൽ എത്തുമ്പോൾ നിങ്ങൾ വിളിക്കുന്നത്. ആദ്യത്തെ ആഴ്ച നിങ്ങൾ പോകാൻ കഴിഞ്ഞില്ല. പിന്നെ രണ്ടാമത്തെ ആഴ്ച പോലീസുകാരെ വിളിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചു. വിളിച്ച അടുത്ത ആഴ്ച ഡേറ്റ് വരാം. എന്നിട്ട് രണ്ടാമത്തെ ആഴ്ച പോയി. മഞ്ചേരി കോടതി പോയി പോലീസുകാരെ വിളിച്ച് ഞാൻ മോള് വെയിറ്റ് ചെയ്ത് പോലീസുകാരൻ എന്നോട് വന്നു. കോടതി വിളിക്കുന്നതാണ്. അത് വിളിക്കുമ്പോൾ മോള് പേര് അങ്ങനെ ഉള്ളു. എന്റെ വിളി വന്നു. എന്റെ പേര് വിളിച്ച് നിഷാദുള്ള പേര് വിളിച്ച് ഞാൻ ഉള്ളോട്ട് പോയി. കോടതിയിൽ പേര് വിളിച്ചു. കൂടെ പോലീസുകാരൻ വന്നു. അപ്പൊ അത് കാര്യങ്ങൾ ചോദിച്ചു. പുറത്തെ കൈമാറാമെന്ന് പറഞ്ഞു. പരാതിയില്ലാതെ പോന്നപ്പോഴാണ് ഇനി ഞാൻ മഞ്ചേരി ഒരു മാസം ഈ കോടതിയിലത്തെ പ്രയാസം എത്രയായിട്ടുണ്ടോ? നിങ്ങൾ മെയിലാണ് വന്നത്. ജൂൺ ജൂലൈ 7 മാസം ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ പിന്നെ കസ്റ്റംസിൽ പോയി. പാസ്പോർട്ടിന്റെ ന്യൂസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ സംസ്ഥാന പോലീസ് ഓഫീസർ അതിനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ കൊണ്ടുവന്നു ആരെ മുഖേനാണ് ഇതിനോട് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് ഇതിനോട് കുറയ്ക്കുന്നുണ്ട്. അതിനായിട്ട് കുറയ്ക്കാൻ ചെയ്യാന്ന് പറഞ്ഞു. വന്നാൽ മതി അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പോലീസ് വന്നിരുന്നു. കാണിക്കാൻ അവിടെ അല്ല റേറ്റിൽ 520 520 അടുത്ത് എന്തോ കാണിച്ചിട്ടുണ്ട്. പോലീസ് കൊടുത്ത സ്വർണം കസ്റ്റംസ് എന്ന നോട്ടീസ് 526 ഗ്രാമാണ്. അല്ലേ? അപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന എത്ര ഗ്രാമാണ്? 300 അപ്പൊ 526 ഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 226 274 ഗ്രാം കമ്മിയുണ്ട്. പോലീസ് കൊടുത്തിട്ടില്ല. ഈ കടലാസ് മനസ്സിലാവും. അല്ലെങ്കിൽ 900 300 കൊടുക്കണം.
പോലീസ് കസ്റ്റംസിന് തന്ന പേപ്പറിൽ 526 ഗ്രാം ഈ പറഞ്ഞ ഏകദേശം 200 ഗ്രാമും കമ്മിയുണ്ട്. എന്നിട്ട് പിന്നെന്തായി? പാസ്പോർട്ട് എടുത്തിട്ടില്ല. അപ്പൊ ഇതിന് പേരാരം വേണം. അപ്പോ പിന്നെ അതിനുശേഷം ഈ ഹോസ്പിറ്റലിൽ കഴിഞ്ഞതിന് ശേഷം പോലീസ് കൊണ്ട് ബുദ്ധിമുട്ടി എനിക്കൊന്നും ഉണ്ടായില്ല. ഇതാണ് ഇവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ ഈ ടിവിയിലും ബാക്കിയിലും പത്രക്കാരോട് പറയുന്ന കാര്യം അത് സത്യം. അതാണ് ലോകത്തിൽ സത്യം. ഇതിപ്പോ എവിടെയെങ്കിലും പറയില്ലേ? അല്ലെങ്കിൽ പറഞ്ഞ കാര്യമൊക്കെ സത്യം അല്ല പറഞ്ഞ ഫാക്ടല്ലേ പറഞ്ഞു. മോളേതുവരെ പഠിച്ചു? ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ എന്താ ചെയ്യണ? എന്താ പഠിച്ചത്? ഈ സംഗതികളൊക്കെ നോക്കാറിയാലോ. ചോദിക്കുന്നത് പോലീസ് അന്വേഷണം ഒരു കൃത്യമായി നടക്കുന്നില്ല എന്നൊരു ധാരണയിലാണ് ഇതൊക്കെ ബന്ധപ്പെടാൻ ഒരുപാട് പ്രശ്നങ്ങൾ. ഇതുപോലെ സ്വർണം കൊടുത്ത് തീരെ പോലീസ് റിപ്പോർട്ട് ചെയ്യാത്തത് അവരാവശ്യത്തിനെടുത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ നിങ്ങൾ ഈ ഇതിന്റെ വസ്തുതകൾ സത്യസന്ധമായി പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അതിനാണ് നിങ്ങളെ ഇത്രയും എന്താ പറയുക അപ്പൊ ഇനി കുറച്ച് നിയമമായിട്ട് പോട്ടെ. അപ്പോ ഈ ഒരു വീഡിയോ കൂടി ഉണ്ട്. നമുക്ക് 5 മിനിറ്റ് കാണിക്കാം. പിന്നെ വീഡിയോ നമുക്ക് തരാം. ഇത് മാഷേ ഇതാ കസ്റ്റംസിൽ 900 ഗ്രാം കൊടുത്തിട്ട് കസ്റ്റംസിൽ കൊടുത്ത 524 ഗ്രാമിന്റെ അവന് കൊടുത്ത നോട്ടീസാണ്. ഇനി രണ്ടാമത്തെ കേസ് അത് ഞാൻ ചുരുക്കി പറയാം, ഒന്ന് കാണിക്കാം നിങ്ങൾക്ക്. അതെ അതെ, പോലീസ് പിടിച്ചിട്ട് കസ്റ്റംസിൽ കൊടുത്തിട്ടുണ്ട്. കസ്റ്റംസിൽ ഇവൻ്റെ ഇത് പിടിച്ച 900 ഗ്രാമാണ്. മാത്രമല്ല അവനെ കൊണ്ടുപോയി പുളിക്കൽ ഒരു ഹോസ്പിറ്റലിലാണ് സ്കാൻ ചെയ്യുന്നത്. കാരണം ഇത് ബാക്ക് ഹോളിലൂടെ അവർ കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ എടുക്കാൻ കുറച്ച് പ്രയാസമാണ്. ഉണ്ടോ അവനില്ലാന്നാണ് പറഞ്ഞത്. ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താനാണ് സ്കാനിങ്ങിന് കൊണ്ടത് പറഞ്ഞല്ലോ. ആ സ്കാൻ റിപ്പോർട്ട് ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ സ്കാൻ റിപ്പോർട്ട് അനലൈസ് ചെയ്താൽ അതിൻ്റെ സൈസും കാര്യങ്ങളും സയൻറ്റിഫിക്കായി അനലൈസ് ചെയ്താൽ ഈ പറയുന്ന 900 ഗ്രാം ഉണ്ടാവും. അനലൈസ് ചെയ്യണം, അന്വേഷിക്കണം. അത് അജിത് കുമാറാണല്ലോ അവിടെ പാൻറ് കത്തിച്ച് സ്വർണ്ണം എടുക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഈ പണി എനിക്ക് എടുക്കേണ്ടി വന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഇതെല്ലാം അതിൻ്റെ രീതിയിലാണ് നടക്കുന്നത്. ഒരാളില്ല, സാക്ഷിയില്ല, സർക്കാർ ഉദ്യോഗസ്ഥരില്ല, നാട്ടുകാരാരെയും വിളിച്ച് വ്യത്യാസമാക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. രണ്ടാമത്തെ കേസ് ഞാനിപ്പോൾ വീഡിയോ കാണിക്കാം. ഞാനെന്താ അറിയോ, മുഖം തിരിച്ചിരുത്തി മഹത്വവൽക്കരിക്കണമെന്നാണ് പറഞ്ഞത്. ഇതാണ് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞത്. ഈ കുട്ടിയും അവരെ ജ്യേഷ്ഠത്തെയും അമ്മാവൻ്റെ മകനോ പോയത്, ആ ഫാമിലിയെ പോയത്. അടുത്ത കേസ് വാപ്പി ഉമ്മയാണ്.